എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനിൽചന്ദ് ഓച്ചിറ. ഇന്ന് നമുക്കൊരു മട്ടൺ ലെഗ് പീസ് ഗ്രില്ലിൽ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു വെറൈറ്റി അല്ലേ, നമുക്ക് എന്തായാലും അതൊന്നും നോക്കാം. ഞാനൊരു മട്ടൺ ലെഗ് പീസ് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രില്ലിൽ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഗ്രില്ലിൽ ചെയ്യുമ്പോൾ മസാലയൊക്കെ തേച്ച് ഒരു 2 മണിക്കൂറോളം വെക്കാനുണ്ട്. എന്തായാലും നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിത് നല്ലതുപോലെ വരഞ്ഞ് വിട്ട് കൊടുക്കണം, കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം. നല്ലതുപോലെ ചെറുതായി അടുത്തടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം മസാലയൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് പിടിച്ചാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഗ്രില്ലിൽ ചെയ്താൽ. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ വരഞ്ഞ് വിട്ട് കൊടുക്കാം. നല്ലതുപോലെ 2 സൈഡും അപ്പുറവും ഇപ്പുറവും 2 സൈഡും നല്ലതുപോലെ വരഞ്ഞ് വിട്ട് കൊടുക്കാം. മറു സൈഡ് കൂടെ വരയുക. നമുക്കിതിലേക്കൊരു 2 സ്പൂൺ മസാല കൂട്ടാൻ വേണ്ടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മസാല നമ്മൾ വീട്ടിൽ കൂട്ടിയത് തന്നെയാണ്. അതൊരു 2 സ്പൂൺ മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാല ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ആ ഇറച്ചി പീസിലേക്ക് നല്ലതുപോലെ നമുക്ക് ആ മസാല ഒന്ന് തേച്ച് വെച്ചാലോ. മോള് പരാതി അവളെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ലെന്ന്, അതുകൊണ്ട് അവൾക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് മസാല തേക്കാൻ. അവൾ നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് വെക്കാമെന്ന് പറഞ്ഞു. എന്തായാലും 2 മണിക്കൂറോളം അതിരിക്കണം. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ മസാല അതിനകത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ നല്ലതുപോലെ നമ്മൾ ഇറച്ചി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറോളം ഇതൊന്ന് മസാല സെറ്റാകാൻ നമുക്ക് മാറ്റി വെക്കാം. മസാലയൊക്കെ നല്ലതുപോലെ അതേലൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാം. എന്തായാലും ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഒരു നമ്മുടെ ഗ്രില്ലിൽ ചെയ്യാനുള്ള പാത്രമൊക്കെ കൊണ്ടുവച്ചു. നമ്മുടെ ഒരു ട്രേ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കരി, മോളാണ് നമ്മുടെ സഹായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഇടിയും ബഹളവും പിണക്കവും ഒക്കെ നടക്കും കേട്ടോ. എന്നാലും ആൾ കൂടെ തന്നെ കാണും. ഇനി ഇത് നമ്മൾ ഇത് കത്തിക്കാൻ വേണ്ടി കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു. മണ്ണെണ്ണ ഒഴിച്ച് നമുക്ക് ഈ കരി ഒന്ന് നല്ലതുപോലെ കത്തിച്ചെടുക്കാം. കരി നല്ലതുപോലെ കത്തി മാറണം. നമ്മൾ ഇറച്ചി വെച്ചതിന് ശേഷം കരി കത്താൻ പാടില്ല. അതുകൊണ്ട് നല്ലതുപോലെ ആദ്യം കരി കത്തി കനലായിട്ട് കിടക്കണം. കരിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രില്ലിലോട്ട് വെക്കാം. ഗ്രില്ല് ഞാനിത് പൊളിച്ചു കേട്ടോ, കാരണം ഇതിനകത്ത് മട്ടൺ പീസ് ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ 2 കഷ്ണമാക്കി എടുത്ത് ഗ്രില്ലിൻ്റെ പഴയ കമ്പിയൊക്കെ ഇളക്കി കളഞ്ഞിട്ട് പുതിയത് കെട്ടിയത് ഞാൻ. കാരണം ഗ്രില്ലല്ലെങ്കിൽ ഇത്രയും അകന്നു വരില്ലായിരുന്നു ഈ മട്ടൺ പീസ് വെക്കാൻ വേണ്ടി. നമ്മുടെ കനലൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട്.
കനൽ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ പീസ് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലതൊന്ന് റെഡിയായി വരട്ടെ. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ, പെട്ടെന്ന് റെഡിയാകില്ല. കാരണം ഇത്രയും ഉള്ളിറച്ചി വെന്ത് കിട്ടണ്ടേ, നല്ല ചൂടുണ്ടെങ്കിലും. എങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് കുറച്ച് സമയം എടുക്കും ഒന്ന് വെന്ത്. ഒരു സൈഡ് നമ്മുടെ പകുതി വേവായിട്ടുണ്ട്, നമുക്കത് തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇറച്ചി വെന്ത് നെയ്യൊക്കെ താഴോട്ട് വീഴുന്നതിൻ്റെയാണ് ആ പുകയടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രില്ലിൽ ചെയ്ത മട്ടൻ ലെഗ് പീസ് റെഡിയായി കഴിഞ്ഞു. എന്തായാലും നമുക്കൊന്ന് കഴിച്ച് ടേസ്റ്റോടെ നോക്കണമല്ലോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം നമുക്ക് പിച്ചെടുക്കുക, നമുക്ക് ആ എല്ലിൽ നിന്നും മാംസം അടർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ കപ്പയും ആട്ടിൻകാൽ ഗ്രില്ലിൽ ചെയ്തതും കൂടെയാണ്. എന്തായാലും നിങ്ങളിതേപോലെ ചെയ്ത് നോക്കുക. വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.